Dear students, Animal Kingdom Part 8 നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന രണ്ട് ഫൈലമാണ്. ഫൈലം ഇക്കിനോഡെർമേറ്റ, ഫൈലം ഹെമികോഡേറ്റ. നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഇവരുടെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ക്യാരക്ടേഴ്സ്. ഫൈലം ആദ്യം തന്നെ ഫൈലം എക്കിനോഡെർമേറ്റ. എക്കിനോഡെർമേറ്റ എന്ന് പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലെത്തുന്ന ഒരു അനിമൽ ആയിരിക്കണം സ്റ്റാർ ഫിഷ്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, സ്റ്റാർ ഫിഷ് എന്ന് പറയുന്നത്, നക്ഷത്ര മത്സ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ആനിമൽസ് ആണ് കൂടുതലും ഈ ഫൈലത്തിൽ വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഇത് മറൈൻ ആനിമൽസ് ആണ്. ടോട്ടലി ഈ ജീവികൾ മൊത്തത്തിൽ കടലിലാണ് കാണുന്നത്. കടലിൻ്റെ തീരത്ത് ഷാലോ വാട്ടറുള്ള സ്ഥലങ്ങളിലാണ്, തീരപ്രദേശങ്ങളിലാണ് കൂടുതലും, കുറച്ച് വെള്ളമുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും ഇവരെ കാണാൻ കഴിയുന്നത്. ഇവർക്കൊരു പുറന്തോടും ഒക്കെ ഉണ്ട്. ആ പുറന്തോടിനുള്ളിലാണ് ഈ ജീവികൾ ഇരിക്കുന്നത്. ആ ജീവികളുടെ പാർട്സ് ഒരു ഹാർഡ് സ്കിന്നാണ് ഇവരുടെ. അതിൻ്റെ പുറം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം മുള്ളുകൾ പോലെ പുറത്തേക്ക് കാണുന്ന ഒരു ഭാഗമാണ് ഇതിൻ്റെ ഡോഴ്സൽ സൈഡ്. അതിൻ്റെ അപ്പുറത്തെ ഭാഗമാണ് വെൻട്രൽ സൈഡ്. അപ്പോൾ ഈ ജീവിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഡോഴ്സോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആണ്. പരന്ന് നക്ഷത്രത്തിൻ്റെ ആകൃതിയിലാണ് ഇവർ കൂടുതലും ഇരിക്കുന്നത്. അപ്പോൾ ഇവരുടെ മണ്ണിനോട് ചേർന്ന ഭാഗമാണ്, കടൽ തീരത്ത് മണ്ണിനോട് ചേർന്ന ഭാഗമാണ് വെൻട്രൽ. ഇതിൻ്റെ മുകൾ ഭാഗത്തിനെ ഡോഴ്സൽ റീജിയൻ എന്ന് പറയും. ഇവരുടെ ശരീരത്തിൻ്റെ പുറമേ കാണുന്ന ഈ ഒരു എക്സോസ്കെൽറ്റൻ, കട്ടിയുള്ള ഒരു തോടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരുടെ ഒരു സ്കിന്ന്, ഇറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് മെനി സ്പൈൻസ്, മുള്ളുകൾ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ആനിമൽസിനെ നമ്മൾ അറിയപ്പെടുന്നത് സ്പൈനി ബോഡീഡ് ആനിമൽസ് എന്നാണ്, അല്ലെ സ്പൈനി സ്കിൻ ഉള്ള ആനിമൽസ് എന്നാണ്. അതുകൊണ്ടാണ് ഈ ഫൈലത്തിന് ഈ പേരും കിട്ടിയത് എക്കിനോഡെർമേറ്റ. എക്കിനോ എന്ന് പറഞ്ഞാൽ, എക്കിനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈൻ എന്നാണ്, മുള്ളുകൾ എന്നാണ്. ഡെർമേറ്റ മീൻസ് സ്കിൻ, സ്പൈനി സ്കിൻഡ് ആനിമൽസ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളോട് പരീക്ഷയ്ക്ക് എക്കിനോഡെർമേറ്റയ്ക്ക് എങ്ങനെയാണ് ഈ പേര് കിട്ടിയത് എന്ന് ചോദിച്ചാൽ സ്പൈനി സ്കിൻഡ് ആനിമൽസ് ആണെന്ന് നമ്മൾ പറയണം. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. These animals have an endoskeleton of calcareous ossicles and hence the name Echinodermata, അല്ലെ സ്പൈനി ബോഡി. ഇതിൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് ഡോഴ്സൽ സൈഡിലായിട്ട് ഇതേപോലുള്ള കുറേ കാൽസ്യം കാർബണേറ്റ് പോലുള്ള സ്ട്രക്ചേഴ്സിൻ്റെ ഇങ്ങനെ ഇതേ സ്ട്രക്ചേഴ്സിലുള്ള ഓരോ സാധനങ്ങൾ ഇവരുടെ സ്കിന്നിലുണ്ട്. അതൊരു എക്സോസ്കെൽറ്റനായിട്ട് എൻഡോസ്കെൽറ്റനായിട്ട് ആക്ട് ചെയ്യുന്നു. ഇവരുടെ സ്കിന്നിനടിയിലാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇത് ഹാർഡായിട്ട് ഇരിക്കാൻ സഹായിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ എൻഡോസ്കെൽറ്റൻ ഉള്ളത് കൊണ്ട് ആ എൻഡോസ്കെൽറ്റനെ പറയുന്നതാണ് സ്പൈനി ബോഡി സ്ട്രക്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇവരെ ഈ ഫൈലത്തിനെ ഏത് പേരിൽ അറിയപ്പെടുന്നത്, എക്കിനോഡെർമേറ്റ എന്ന് അറിയപ്പെടുന്നു. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഓൾ ആർ മറൈൻ. എല്ലാ ജീവികളും, ഈ ഫൈലത്തിൽ വരുന്ന എല്ലാ ജീവികളും കടലിലുള്ളവരാണ്, കടലിലാണ് കാണുന്നത്. ഫ്രഷ് വാട്ടർ ഫോംസ് ഒന്നും തന്നെ ഇല്ല. ഈ കാണപ്പെടുന്ന പല ജീവികളും ഇതിലുള്ളതാണ്. എക്കിനസ്, ആൻറ്റിഡോൺ, ഹോളോതോറിയൻസ്, ഓഫീത്രിക്സ്, ആസ്റ്റേറിയ. ഇതൊക്കെ നമുക്ക് പിന്നീട് ലാസ്റ്റിൽ ഇവരുടെ എക്സാമ്പിൾസ് പഠിക്കുമ്പോൾ പറയാം. ഇനി ഇവരുടെ ക്യാരക്ടേഴ്സ് ഓരോന്നായിട്ട് നോക്കുമ്പോൾ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. അവർക്ക് സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം പോലുള്ള സിസ്റ്റംസ് ഉണ്ട്. ട്രിപ്ലോബ്ലാസ്റ്റിക് 3 ലെയേഴ്സും അവർക്ക് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ ഉണ്ട്. എക്ടോഡേം ഉണ്ട്, മീസോഡേം ഉണ്ട്, എൻഡോഡേം ഉണ്ട്. പിന്നെ അവർക്ക് സീലോമേറ്റ് ആനിമൽസ് ആണ്. ഒരു ടിപ്പിക്കൽ സീലോം അവർക്ക് ഉണ്ട്. അതുകൊണ്ട് അവർ സീലോമേറ്റ് ആനിമലുമാണ്. ഇനി ഈ ഒരു ഫൈലത്തിൻ്റെ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, നമ്മൾ ആദ്യം 2 ഫൈലം, അതായത് നമ്മൾ പോറിഫറയും സീലൻഡറേറ്റ, പോറിഫറയിൽ നമ്മൾ സിമെട്രി പറഞ്ഞപ്പോൾ എസിമെട്രിക്കലാണെന്നാണ് പറഞ്ഞത്. അതിൽ പിന്നെ വരുന്ന 2 ഫൈലങ്ങൾ സീലൻഡറേറ്റയും ടീനോഫോറയും, അല്ലേ.
ആ 2 ഫൈലത്തിലായിരുന്നു നമ്മൾ റേഡിയൽ സിമെട്രി പറഞ്ഞത്. അപ്പോൾ സിലിണ്ടറേറ്റയും ടീനോഫോറയും കഴിഞ്ഞാൽ പിന്നെ മിക്ക ഫൈലങ്ങളും ഞാൻ പറഞ്ഞിരുന്നു അവരെല്ലാം എങ്ങനെയായിരുന്നു എന്ന് ബൈലാറ്ററൽ സിമെട്രി. പക്ഷേ ഞാൻ അവിടെ എടുത്തു പറഞ്ഞിരുന്നു ഒരു ഫൈലത്തിന് ഒരു എക്സെപ്ഷൻ ഉണ്ടെന്ന് അല്ലേ. ആ ഫൈലമാണ് ഇത്. എക്കിനോഡെർമേറ്റ എന്ന് പറയുന്നതാണ് റേഡിയൽ സിമെട്രിയാണ് കാണിക്കുന്നത്. ബാക്കി ഈ 3 ഫൈലങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഏതൊക്കെയാ? സിലിണ്ടറേറ്റ, ടീനോഫോറ ആൻഡ് എക്കിനോഡെർമേറ്റ. ഈ 3 ഫൈലത്തിൽ മാത്രമേ ഉള്ളൂ റേഡിയൽ സിമെട്രി കാണുന്നത്. അപ്പോൾ ഇവരുടെ വേറൊരു പ്രത്യേകത കൊണ്ടുണ്ട്. ഇവർ റേഡിയൽ സിമെട്രി ആണെങ്കിലും ബട്ട് ദ ലാർവ ആർ ബൈലാറ്ററൽ സിമെട്രി. അതൊരു പ്രത്യേകതയാണ്. ദ അഡൽട്ട് എക്കിനോഡേംസ് ആർ റേഡിയലി സിമെട്രിക്കൽ ബട്ട് ലാർവേ ആർ ബൈലാറ്ററൽ സിമെട്രി. ഇതാണ് അത്. ഇപ്പോൾ സ്റ്റാർ ഫിഷിനെ നമ്മൾ ഏത് പ്രതലത്തിൽ കൂടെ കട്ട് ചെയ്താലും പാസിങ് ത്രൂ ദ സെൻട്രൽ ആക്സിസിൽ കൂടെ ഉള്ള ഏത് പ്രതലത്തിൽ കൂടെ കട്ട് ചെയ്താലും നമുക്ക് 2 ഈക്വൽ ഹാഫ് കിട്ടും. അതിനെയാണ് നമ്മൾ റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. റേഡിയൽ സിമെട്രിക്ക് നമ്മൾ സ്റ്റാർ ഫിഷ് ആയിരുന്നു ഒരു ഉദാഹരണമായിട്ട് ആദ്യം തന്നെ പറഞ്ഞിരുന്നത്. ഇനി ഇതിൻ്റെ ലാർവയാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ. ലാർവ എന്ന് പറയുന്നത് തീരെ ചെറുതാണ്. ഈ ഡയഗ്രാമത്തിൽ വലുതായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ഇത് തീരെ ചെറിയ ലാർവയാണ്. ലാർവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബൈലാറ്ററൽ സിമെട്രി. സ്റ്റാർ ഫിഷിൻ്റെ ആകൃതിയല്ല ഈ ലാർവയ്ക്കുള്ളത്. അപ്പം ഈ രീതിയിലാണ് അതിനെ സിമെട്രി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നു ദ അഡൽട്ട് എക്കിനോഡേംസ് ആർ റേഡിയലി സിമെട്രിക്കൽ ബട്ട് ലാർവേ ആർ ബൈലാറ്ററൽ സിമെട്രിക്കൽ. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് എക്കിനോഡേംസിൻ്റെ. അത് നന്നായിട്ട് ഓർത്തിരുന്നതാണ്. അടുത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് കംപ്ലീറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അവരുടെ ഓർഗൻ സിസ്റ്റംസ് എല്ലാം ഡെവലപ്ഡ് ആണ്. ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ് വിത്ത് മൗത്ത് ഓൺ ദ ലോവർ സൈഡ് ആൻഡ് ഏനസ് ഓൺ ദ അപ്പർ സൈഡ്. സാധാരണ നമ്മൾ പറയുമ്പോഴും എപ്പോഴും ഡോസൽ സൈഡിൽ മൗത്താണ് സാധാരണ വരുന്നത് അല്ലേ. പക്ഷേ ഇവിടെ എക്കിനോഡെർമേറ്റയിൽ വരുമ്പോൾ അതിൻ്റെ ലോവർ സൈഡിൽ മൗത്തും അപ്പർ സൈഡിലാണ് ഏനൽ ഓപ്പണിങ്ങും വരുന്നത്. അതും കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകത. ലോവർ സൈഡ് എന്ന് പറയുമ്പോൾ ഇത് പരന്നിരിക്കുകയാണ് അല്ലേ. സ്റ്റാർ ഫിഷ് എന്ന് പറയുന്നത് പരന്നിരിക്കുമ്പോൾ അടിയിൽ ഭാഗത്തിനെയാണ് നമ്മൾ വെൻട്രൽ സൈഡ് എന്ന് പറയുന്നത്. ആ ഭാഗത്താണ് മൗത്ത് വരുന്നത്. അതേസമയം അപ്പർ സൈഡിൽ ഡോഴ്സൽ സൈഡ് പുറത്താണ് ഏനൽ ഓപ്പണിംഗ് കാണുന്നത്. അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഇൻഡസ്റ്റൈനും ഒക്കെ ഉണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രത്യേകതയുണ്ട്, മൗത്ത് വെൻട്രലും ഏനൽ ഓപ്പണിംഗ് ഡോഴ്സൽ സൈഡിലോ ആണ്. പിന്നെ ഈ ഒരു ഫൈലത്തിൻ്റെ മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഇത്. അടുത്ത പോയിന്റ്, ദ മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഓഫ് എക്കിനോഡേം is the presence of water vascular system which help in locomotion, capture and transport of food and respiration. ഈ എക്കിനോഡേംസിൻ്റെ വെൻട്രൽ സൈഡിലായിട്ട് നമുക്ക് നോക്കിയാൽ അകത്ത് ശരീരത്തിനുള്ളിലായിട്ട് ദർ ഇസ് എ വാട്ടർ വാസ്കുലാർ സിസ്റ്റം. ഈ വാക്ക് പഠിച്ചിരുന്നതാണ്, വാട്ടർ വാസ്കുലാർ സിസ്റ്റം. വാട്ടർ വാസ്കുലാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് ഒരു 5 ആംസ് ഉള്ള ആനിമൽസ് ആണല്ലോ കൂടുതലും ഈ സ്റ്റാർ ഫിഷ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് ഒരു റിംഗ് ഷേപ്പിലുള്ള ഒരു വെള്ളം ഒഴുകുന്ന ഒരു പാത്വേ ഉണ്ട്. ആ റിംഗ് ഷേപ്പിൽ അത് ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിൽ കാണിക്കുന്ന പോലെയല്ല, അത് പെൻഡഗണലാണ്. 5 സൈഡോട് കൂടിയ ഒരു റിംഗ് ആണ് ഈ ഭാഗത്ത് കാണുന്നത്. ആ ഭാഗത്തു നിന്ന് ഓരോ ആംസിലേക്കും ഒരു കനാലും ഉണ്ട്. ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റം നിർമ്മിച്ചിരിക്കുന്നത് നടുക്ക് ഒരു പെൻഡഗണൽ കനാലും ആ കനാലിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഓരോ ആംസിലേക്കും കൈകളിലേക്കും, ഇതാണ് ഇതിൻ്റെ കൈ നമ്മൾ പറയുന്നത്, ആ ആംസിലേക്കും ഇങ്ങനെ കനാൽസ്, റേഡിയൽ കനാൽസും കാണാം. അപ്പോൾ ഇത് ഇങ്ങനെ ഇതിൻ്റെ വെൻട്രൽ സൈഡിലാണല്ലോ കാണുന്നത്. അപ്പോൾ വെൻട്രൽ സൈഡിൽ ഇത് കടലിൽ കാണുമ്പോൾ ഈ കനാലിൽ കൂടെ എപ്പോഴും വെള്ളം കയറി ഇറങ്ങി പോകാറുണ്ട്. അപ്പോൾ ഈ വെള്ളം കയറി ഇറങ്ങി പോകുന്ന സമയത്താണ് ഇത് ഫുഡ് ക്യാപ്ചർ ചെയ്യുകയും റെസ്പിറേഷൻ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു പ്രത്യേക കനാൽ സിസ്റ്റം, വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിൻ്റെ സഹായത്താലാണ്. അപ്പോൾ അത് ഓർത്തിരുന്നതാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം എന്നുള്ളത്. ഇതേപോലെ സിസ്റ്റം നമ്മൾ എവിടെ പഠിച്ചിരുന്നു? മറ്റൊരു ഫൈലത്തിൽ നമ്മൾ പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടായിരിക്കും, വാട്ടർ കനാൽ സിസ്റ്റം അല്ലേ. അത് പോറിഫേഴ്സിലാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതും ഇതും കൂടി തമ്മിൽ തെറ്റിപ്പോയി. ഇത്
വാട്ടർ വാസ്കുലാർ സിസ്റ്റം ആണെന്ന് ഓർക്കുക. എക്കിനോഡെർമേറ്റയിൽ വാട്ടർ വാസ്കുലാർ സിസ്റ്റം. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ റേഡിയൽ കനാൽസ് എന്ന് പറയുന്ന ഈ കൈകളിലേക്കുള്ള കനാലിൻ്റെ ഈ വരമ്പുകളിലെല്ലാം നമുക്ക് കുറച്ച് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന കാണാം അല്ലേ. ഇവിടെ ഇങ്ങനെ ട്യൂബ് പോലുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. ഈ കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് ട്യൂബ് ഫീറ്റ് എന്ന് പറയും. ഈ ട്യൂബ് ഫീറ്റ് എന്ന് പറയുന്നത് അവരുടെ ലോക്കോമോഷന് സഹായിക്കുന്ന, അതായത് ചലിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഓർഗൻസ് ആണ് ഈ ട്യൂബ് ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേക സ്ട്രക്ചർ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. എക്കിനോഡേംസിൻ്റെ വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഈസ് പ്രസൻറ്റ്. അതിൻ്റെ സ്ട്രക്ചറൊന്നും നമുക്ക് പഠിക്കണ്ട. ആ വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിൽ കൂടി എപ്പോഴും വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ വാട്ടർ ട്രാൻസ്പോർട്ടിന് ആ വാട്ടർ ട്രാൻസ്പോർട്ട് വഴിയാണ് അവർ ഫുഡ് ക്യാപ്ചർ ചെയ്യുകയും അതുപോലെ തന്നെ പിന്നെ റെസ്പിറേഷൻ നടത്തുകയൊക്കെ ചെയ്യുന്നത്. അത് കൂടാതെ ഞാൻ പറഞ്ഞ ഈ ട്യൂബ് ഫീറ്റ് എന്ന് പറയുന്ന സാധനങ്ങളാണ് ഇവർക്ക് മൂവ്മെൻറ്റിന് സഹായിക്കുന്നത്. ഇവരുടെ യഥാർത്ഥത്തിലുള്ള കാലെന്ന് പറയുന്ന ഭാഗമാണ് ഈ ട്യൂബ് ഫീറ്റ്. ആ ട്യൂബ് ഫീറ്റ് വെച്ചാണ് അല്ലെങ്കിൽ ട്യൂബ് ഫൂട്ട് വെച്ചാണ് അവർ ലോക്കോമോഷൻ നടത്തുന്നത്. അപ്പോൾ വാട്ടർ വാസ്കുലർ സിസ്റ്റം വിച്ച് ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ, ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആൻഡ് റെസ്പിറേഷൻ. അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. നെക്സ്റ്റ്, ആൻ എക്സ്ക്രീറ്ററി സിസ്റ്റം ഈസ് ആബ്സെൻറ്റ്. ഈ ജീവികൾക്ക് അതിന് പ്രത്യേകിച്ച് എക്സ്ക്രീറ്ററി സിസ്റ്റം ഒന്നുമില്ല. ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൽ കൂടെ വെള്ളം കയറി ഇറങ്ങി പോകുമ്പോൾ തന്നെ വേസ്റ്റ് പ്രോഡക്ട്സ് എല്ലാം ഡയറക്റ്റ്ലി വെള്ളത്തിലേക്ക് ഒഴുക്കി വിടാറാണ് പതിവ്. സെക്സസ് ആർ സെപ്പറേറ്റ്. മെയിൽ ആൻഡ് ഫീമെയിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. റീപ്രൊഡക്ഷൻ ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഇവരിൽ കാണുന്നത്. ഫെർട്ടിലൈസേഷൻ ഈസ് യൂഷ്വലി എക്സ്റ്റേണൽ. കാരണം നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ സാധാരണ എക്സ്റ്റേണൽ വരുന്നത് വെള്ളത്തിൽ കാണുന്ന ജീവികളിലാണ് അല്ലേ. അതിന് ഫെർട്ടിലൈസേഷൻ ബീജസംയോജനം നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു വാട്ടറി മീഡിയം വേണം. അതുകൊണ്ടാണ് ഫെർട്ടിലൈസേഷൻ വെള്ളത്തിലുള്ള ജീവികൾക്ക് പ്രശ്നമില്ലല്ലോ. അവർ പുറത്തേക്ക് എഗ്ഗും ഓവും അല്ലെ എഗ്ഗും സ്പേമും പുറത്തേക്ക് വിടുകയും അത് ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് ഫെർട്ടിലൈസേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഫെർട്ടിലൈസേഷൻ ഈസ് യൂഷ്വലി എക്സ്റ്റേണൽ. പിന്നെ ഡെവലപ്മെൻറ്റ് നമ്മൾ പറഞ്ഞിരുന്നു, ഓൾറെഡി ഞാൻ ലാർവയെ കാണിച്ചിരുന്നു. അതുകൊണ്ട് എന്ത് ടൈപ്പ് ഡെവലപ്മെൻ്റ് ആയിരിക്കും? ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ് വിത്ത് ഫ്രീ സ്വിമ്മിങ് ലാർവ. അതിന് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്തായിരുന്നു നമ്മൾ നേരത്തെ? ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ലാർവ ഉള്ള ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വിത്ത് ഫ്രീ സ്വിമ്മിങ് ലാർവ, ആ ലാർവയെ നമ്മൾ കാണിച്ചിരുന്നു. ആ ലാർവ എങ്ങനെയുള്ളതാണ്? ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ള ലാർവയാണ്, നീന്തി നടക്കുന്ന ലാർവയാണ് അതിൻ്റെ ലാർവ. ഇനി ഇതിൽ കുറേ എക്സാമ്പിൾസ് പഠിക്കണം നമുക്ക്. ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കുറേ വാക്കുകൾ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നുണ്ട്. ആ വാക്കുകളെല്ലാം പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ഈ വാക്കുകൾ ചോദിക്കുമ്പോൾ ഇത് ഏത് ഫൈലത്തിൽ വരുന്നതാണെന്നാണ് എപ്പോഴും ചോദിക്കുന്നത്. അതിൽ എപ്പോഴും നിങ്ങൾ ഒരു 3-4 പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പേര് ഓർത്തിരിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് ആനിമലാണ് ആസ്റ്റേറിയാസ് എന്ന് പറയും. ആസ്റ്റേറിയാസ് എന്ന് പറയുന്നതാണ് സ്റ്റാർ ഫിഷ്. ഇത് ഓർത്തിരിക്കാൻ ആസ്ട്രോളജി അല്ലേ, നക്ഷത്രവുമായിട്ട് ആസ്റ്റർ എന്നുള്ളത് സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ആസ്റ്റേറിയാസ് എന്ന പേര് വന്നത്. സ്റ്റാർ ഫിഷ് എന്ന് ഓർത്തിരിക്കുക. മറ്റൊന്നാണ് സീ അർച്ചിൻ അല്ലെങ്കിൽ നമ്മൾ എക്കിനസ് എന്നാണ് പറയുന്നത്. ഇതിനെ സാധാരണ നമ്മൾ മലയാളത്തിൽ അറിയപ്പെടുന്ന കടൽ ചേന എന്നാണ്. സീ അർച്ചിൻ, അത് ഓർത്തിരിക്കുക, എക്കിനസ് അല്ലെങ്കിൽ സീ അർച്ചിൻ. മറ്റൊരു ജീവിയാണ് ആൻറ്റിഡോൺ എന്ന് പറയുന്ന ജീവി. ഇതിനെ വിളിക്കുന്നത് സീ ലില്ലി. ഒരു ലില്ലി പൂവിനെ പോലെ തോന്നിക്കുന്നത് കൊണ്ടാണ് ഇതിനെ സീ ലില്ലി എന്ന് പറയുന്നത്. ചെടിയൊന്നുമല്ല, ആനിമലാണ് എന്ന് ഓർക്കുക. കുക്കുമേറിയ എന്ന് പറയുന്ന ജീവിയാണിത്. സീ കുക്കുംബർ എന്ന് പറയും. ഇതിനെ കണ്ടാൽ ഇതിന് ഒരു വെള്ളരിക്കയുടെ ഒരു ഷേപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ സീ കുക്കുംബർ അല്ലെ കുക്കുമേറിയ എന്ന് പറയുന്നത്. മറ്റൊരു ജീവിയാണ് സ്റ്റാർ ഫിഷിനെ പോലെ ഇരിക്കും, പക്ഷേ അതിൻ്റെ ആംസ് കുറച്ചുകൂടെ നീളമുള്ളതാണ്. ഇതിനെ ഓഫിയൂറ എന്ന് പറയും, അല്ലെങ്കിൽ ബ്രിട്ടിൽ സ്റ്റാർ. ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, പെട്ടെന്ന് പൊട്ടുന്നതാണ്. അതായത് ഈ ആനിമൽസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് ഈ എല്ലാ ജീവികൾക്കും, ഇതിൻ്റെ അകത്ത് വരുന്ന എല്ലാ ജീവികൾക്കും അവരുടെ ആംസ് മുറിച്ച് കളയാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അതായത് നമ്മൾ പല്ലിയുടെയൊക്കെ വാല് മുറിയത്തില്ലേ, അതേപോലെ ഇതിൻ്റെ ആംസ് മുറിച്ച് കളയാനുള്ള കഴിവ് ഈ ജീവികൾക്കുണ്ട്. ഈ ജീവിക്ക് ഇപ്പോൾ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ബ്രിട്ടിൽ സ്റ്റാർ എന്ന് പറയുന്നത്. അതായത് മുറിഞ്ഞ് പോവുക, പിന്നെ അത് കിളിർത്ത് വരും.
ആണ് ബ്രിട്ടിൽ സ്റ്റാർ അല്ലെങ്കിൽ ഓഫ്യൂറ എന്ന് പറയുന്ന ജീവി. അപ്പോൾ ഈ ഇത്രയും ജീവികളെയാണ് നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ആസ്റ്റേറിയാസ് അല്ലെങ്കിൽ സ്റ്റാർ ഫിഷ്, എക്കിനസ് എന്ന് പറയുന്ന സീ ആർച്ചിൻ, ആൻറ്റിഡിയോൺ എന്ന് പറയുന്ന സീ ലില്ലി, ആൻഡ് കുക്കുമേറിയ, പിന്നെ ഓഫ്യൂറ എന്ന് പറയുന്ന ജീവി. അടുത്ത ഇതിൻ്റെ ക്യാരക്ടേഴ്സാണ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറയാം. ദീസ് ആനിമൽസ് ഹാവ് ആൻ എൻഡോസ്കെൽറ്റൻ of calcareous ossicles and hence the name Echinodermata. All are marine with organ level of organization, triploblastic and coelomate animal. The adult echinoderms are radially symmetrical but larvae are bilateral symmetrical. Digestive system is complete with mouth on the ventral side and anus on the upper side. The most distinctive feature of echinoderm is the presence of water vascular system which help in locomotion, capture and transport of food and respiration. An excretory system is absent. Sexes are separate. Reproduction is sexual. Fertilization is usually external. Development is indirect with the free swimming larva. അപ്പോൾ ഇത്രയാണ് എക്കിനോഡെർമേറ്റയുടെ ഒരു പ്രത്യേകത. ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് അവരുടെ സിമെട്രിയെക്കുറിച്ച് ഓർക്കണം, വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിനെ കുറിച്ചും ഓർക്കണം, പിന്നെ ആ എക്സാമ്പിൾസ് എല്ലാം തന്നെ പഠിച്ചും വെച്ചിരിക്കണം. അപ്പം നെക്സ്റ്റ് ഫൈലത്തിലേക്ക് പോകാം. ഫൈലം ഹെമികോഡേറ്റ എന്ന് പറയും. പേരും തന്നെ അറിയാം, ഹെമികോഡേറ്റ എന്ന് പറയുന്ന ജീവികൾ. ഈ ഒരു ഫൈലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിലെ ജീവികളെല്ലാം കടലിൽ കാണുന്നത്. നേരത്തെ നമ്മൾ എക്കിനോഡെർമേറ്റ പറയുന്ന പോലെ തന്നെ ഈ ഫൈലത്തിലെ ജീവികളും എങ്ങനെയുള്ളവരാണ്? കടലിലുള്ള ജീവികളാണ് കൂടുതൽ. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെ എന്തുകൊണ്ടാണ് ഹെമികോഡേറ്റ എന്ന് വിളിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇതിനെ ആദ്യം കോഡേറ്റ, നമ്മൾ കോഡേറ്റയും നോൺ കോഡേറ്റയുടെയും പ്രത്യേകത പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നോൺ കോഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നോട്ടോകോഡ് ഇല്ലാത്തവരും, കോഡേറ്റ് എന്ന് പറഞ്ഞാൽ നോട്ടോകോഡ് ഉള്ളവർ. എന്തായിരുന്നു നോട്ടോകോഡ് എന്ന് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതാണ്. അതായത് ഒരു ജീവിയുടെ ഡോഴ്സൽ സൈഡിൽ കൂടെ ഒരു റോഡ് ഷേപ്പ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അല്ലേ, ഒരു നെർവിൻ്റെ പോലുള്ള ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ നോട്ടോകോഡ് ഉണ്ടെന്ന് പറയുന്നത്. ആ നോട്ടോകോഡ് ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇല്ലാത്തവരെയാണ് നമ്മൾ നോൺ കോഡേറ്റ്സ്. അപ്പോൾ ഇവിടെ വരെ നമ്മളത്, അതായത് പോറിഫെറ തൊട്ട് എക്കിനോഡെർമേറ്റ വരെയുള്ള ഫൈലങ്ങളെല്ലാം തന്നെ നോൺ കോഡേറ്റ്സ് ആണ് അല്ലേ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോർഡേറ്റയാണ്. പക്ഷേ ഈ നോൺ കോഡേറ്റിലും കോഡേറ്റിലും ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരു ഫൈലമാണ് ഈ ഹെമികോഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ചില ഫീച്ചേഴ്സ് കോഡേറ്റയുടെ ഉണ്ട്, ചില ഫീച്ചേഴ്സ് നോൺ കോഡേറ്റിൻ്റെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഒരു സെപ്പറേറ്റ് ഫൈലമായിട്ട്, ഒരു ഇൻ്റർമീഡിയറ്റ് ഫൈലമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. ഹെമികോഡേറ്റ വാസ് ഏർലിയർ കൺസിഡേർഡ് ആസ് എ സബ് ഫൈലം അണ്ടർ ദ ഫൈലം കോഡേറ്റ. നേരത്തെ ഇത് കോഡേറ്റയിലായിരുന്നു, ബട്ട് നൗ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ആസ് എ സെപ്പറേറ്റ് ഫൈലം അണ്ടർ നോൺ കോഡേറ്റ്. നോൺ കോഡേറ്റിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് വെക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതിനെ ഒരു സെപ്പറേറ്റ് ഫൈലമായിട്ട് വെക്കുന്നു. അതിൻ്റെ കാരണം പറയുന്നത് ഇതാണ്. ഹെമികോഡേറ്റ ഹാവ് എ റൂഡിമെൻ്ററി സ്ട്രക്ചർ ഇൻ ദ കോളർ റീജിയൻ കോൾഡ് ആസ് സ്റ്റോമോകോഡ്, എ സ്ട്രക്ചർ സിമിലർ ടു നോട്ടോകോഡ്. നമ്മൾ പറഞ്ഞില്ലേ, നോട്ടോകോഡ് ഉണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഏതിൽ ഉൾപ്പെടുത്തണം? കോർഡേറ്റയിൽ ഉൾപ്പെടുത്തണം. പക്ഷേ ഈ ജീവിക്ക് നോട്ടോകോഡ് ഇല്ല, പക്ഷെ നോട്ടോകോഡിനെ പോലെ ഇരിക്കുന്ന ഒരു ചുരുങ്ങിയ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ഒരു റൂഡിമെൻ്ററി സ്ട്രക്ചർ എന്ന് പറയും, അതായത് മുരടിച്ച ഒരു ചെറിയൊരു സ്ട്രക്ചർ. ആ സ്ട്രക്ചറിൻ്റെ പേരാണ് സ്റ്റോമോകോഡ് എന്ന് പറയും, നോട്ട് എ നോട്ടോകോഡ്. അപ്പോൾ നോട്ടോകോഡിനെ പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറേ ഉള്ളൂ, അല്ലാതെ അവർക്ക് നോട്ടോകോഡ് ഇല്ല. അതുകൊണ്ടാണ് ഇവരെ ദേ ആർ കൺസിഡേർഡ് ആസ് എ സെപ്പറേറ്റ് ഫൈലം കോൾഡ് ആസ് ഹെമികോഡേറ്റ്. അപ്പോൾ പകുതി കോഡേറ്റ് ആകുന്നതേ ഉള്ളൂ, പൂർണ്ണമായിട്ട് കോഡേറ്റ് ആയിട്ടില്ല. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഒരു വേം ലൈക്ക് ആനിമലാണ് അല്ലേ, ഒരു വിരയെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കണ്ടാൽ അത് നമുക്ക് പെട്ടെന്ന് തോന്നും ഇത് നോൺ കോഡേറ്റ്സ് എല്ലാം തന്നെ നമുക്കറിയാം. പലതും വിരകൾ, നമ്മൾ ആഷ് എൽമെന്തസ് പിന്നെ അല്ലേ പ്ലാറ്റി എൽമെന്തസ് ഒക്കെ പറഞ്ഞപ്പോൾ വിരകളാണുള്ളത്. അപ്പോൾ വിരകളുടെ സ്ട്രക്ചർ ഷേപ്പ് ഉള്ളത്, ബോഡി ഫോം ഉള്ളതുകൊണ്ടാണ് ഇവരെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. നോട്ടോകോഡ് ശരിക്കുള്ള നോട്ടോകോഡ് ഇല്ലാത്തത് കൊണ്ട് അവരെ കോഡേറ്റിലും ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഹെമികോഡേറ്റ എന്നുള്ളൊരു ഫൈലത്തിൽ വെച്ചിരിക്കുന്നത്. ഇനി ഇവരുടെ ക്യാരക്ടേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ദിസ് ഫൈലം കൺസിസ്റ്റ് ഓഫ് എ സ്മോൾ ഗ്രൂപ്പ്
ഓഫ് വേം ലൈക്ക് മറൈൻ ആനിമൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വേം ലൈക്ക് മറൈൻ ആനിമൽ വിത്ത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതായത് ഈ ഒരു വാക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. വേം ലൈക്ക് മറൈൻ ആനിമൽ with organ level of organization, bilateral symmetry, triploblastic and coelomate എന്ന് പറഞ്ഞാൽ അത് ഏത് അനിമലാണെന്ന് ഓർത്തോണം? ഹെമി കോഡേറ്റ. അപ്പോൾ കോഡേറ്റ്സിന് ഒരിക്കലും വേം ലൈക്ക് സ്ട്രക്ചർ വരാറില്ല. പക്ഷേ ഈ ഹെമി കോഡേറ്റയിൽ ഒരു വേം ലൈക്ക് മറൈൻ ആനിമൽ വിത്ത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ടാണ് അതാണ് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ദേ ആർ ബൈലാറ്ററലി സിമെട്രി. അറിയാലോ, നമുക്ക് ഒറ്റ പ്രതലത്തിൽ കൂടി കട്ട് ചെയ്താൽ മാത്രമേ 2 = ½ കിട്ടൂ. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ബൈലാറ്ററലി സിമെട്രിക്കൽ. ട്രിപ്ലോബ്ലാസ്റ്റിക് അറിയാലോ, 3 ജേം ലെയേഴ്സ് ഉണ്ട്, എക്ടോഡേം, മീസോഡേം ആൻഡ് എൻഡോഡേം. നെക്സ്റ്റ് സീലോമേറ്റ്. സീലോമേറ്റ്സ് മീൻസ് ഒരു ഡിസ്റ്റിങ്ക്റ്റ് സീലോം അവർക്കുണ്ട് എന്നുള്ളതാണ് സീലോമേറ്റ് ആനിമൽസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബൈലാറ്ററൽ സിമെട്രി, ട്രിപ്ലോബ്ലാസ്റ്റിക്, സീലോമേറ്റ് ആനിമൽസ്. നെക്സ്റ്റ്, ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൽ കാണിച്ചിരിക്കുന്ന ഒരു പടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ അനിമലിൻ്റെ പേരാണ് ബെലനോഗ്ലോസസ്. ആ പേര് ഓർത്തിരുന്നോണം. പരീക്ഷയ്ക്ക് പലപ്പോഴും ഈ പടം ചോദിച്ചിട്ട് ഇതിനെ ഐഡൻറ്റിഫൈ ദ വേം അല്ലെ ഐഡൻറ്റിഫൈ ദ അനിമൽ ആൻഡ് ഇൻ വിച്ച് ഫൈലം ഇറ്റ് കൺസിസ്റ്റ് ഇറ്റ് ഇസ് സീൻ ഇൻ വിച്ച് ഫൈലം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്വസ്റ്റ്യന് ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അനിമലിനെ ഓർത്ത് വെക്കുക. ബെലനോഗ്ലോസസ് എന്ന് പറയുന്ന ജീവിയാണ്. It come under the phylum Hemichordata. The body is cylindrical and composed of an anterior proboscis. ഈ ഒരു വാക്ക് ഓർത്തിരുന്നതാണ്. ഇതിൻ്റെ ശരീരത്തിൻ്റെ ആൻറ്റീരിയർ റീജിയനിൽ ഒരു ചെറിയ ഇങ്ങനെ പ്രൊജക്ഷൻ പോലെ കാണാം, ഒരു ചെറിയ തുമ്പിക്കൈ പോലെ ഒരു ഭാഗം കാണാം. ആ റീജിയനെയാണ് പ്രൊബോസിസ് എന്ന് പറയുന്നത്. എ കോളർ ആൻഡ് എ ലോങ് ട്രങ്ക്. പിന്നെ അതിനൊരു താഴോട്ട് വരുന്ന ഭാഗത്ത് ഒരു കോളർ പോലെ ഒരു ഭാഗം, ഇങ്ങനെ കോളർ വെച്ചേക്കുന്ന പോലെ ഒരു എക്സ്റ്റൻഷൻ കാണാം. പിന്നെ അതിൻ്റെ ബാക്കി ഭാഗത്തിനെ നമ്മൾ ട്രങ്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ബോഡി കൺസിസ്റ്റ് ഓഫ് പ്രൊബോസിസ്, എ കോളർ ആൻഡ് എ ട്രങ്ക്. അപ്പോൾ ഈ പ്രൊബോസിസ് ഉള്ള ജീവി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇനി അവരുടെ സിസ്റ്റംസ് പറയുകയാണ്. സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം. അതും ഒരു നോൺ കോഡേറ്റ് ഫീച്ചറാണ് ഈ ഓപ്പൺ ടൈപ്പ് എന്ന് പറയുന്നത്. റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ത്രൂ ഗിൽസ്. ഇവർ വെള്ളത്തിലാണ് കാണുന്നതെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. മറൈൻ ആനിമൽസ് ആണ്, അതുകൊണ്ട് ഗിൽസ് ആണ് റെസ്പിറേറ്ററി ഓർഗൻ. എക്സ്ക്രിറ്ററി ഓർഗൻ ഈസ് പ്രൊബോസിസ് ഗ്ലാൻഡ്. ഇവരുടെ ശരീരത്തിൽ തലഭാഗത്തായിട്ട് ഈ പ്രൊബോസിസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ഒരു പ്രൊബോസിസ് ഗ്രന്ഥിയുണ്ട്. ആ ഗ്രന്ഥി വഴിയാണ് എക്സ്ക്രീഷൻ പെർഫോം ചെയ്യുന്നത്. സെക്സസ് സെപ്പറേറ്റ് ആണ്, നമുക്ക് മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചറിയാൻ പറ്റും. ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ. വെളിയിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ബിക്കോസ് ഇത് ആനിമൽ വെള്ളത്തിലായതുകൊണ്ടാണ് ഫെർട്ടിലൈസേഷൻ എപ്പോഴും എക്സ്റ്റേണൽ വരുന്നത്. ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാർവ ഉള്ളവരാണ്. ഇനി ഇതിൽ വരുന്ന 2 ജീവികളെക്കുറിച്ചാണ് നമുക്കിവിടെ പറയേണ്ടത്. ഒന്ന് ബെലനോഗ്ലോസസ്. ഈ ബെലനോഗ്ലോസസിൻ്റെ നമ്മുടെ ടെക്സ്റ്റിലുള്ള പടമാണ് ഇത്. ഇനി മറ്റൊരു ജീവി കൊണ്ടുണ്ട്, സാക്കോഗ്ലോസസ്. ഏകദേശം ഇതുപോലെ ഇരിക്കും, കുറച്ചുകൂടെ ഇങ്ങനെ സ്പൈറലായിട്ടൊക്കെ ഇരിക്കുന്നത് വേറൊരു ഫോമാണ് സാക്കോഗ്ലോസസ്. അപ്പോൾ ബെലനോഗ്ലോസസും സാക്കോഗ്ലോസസും ഓർത്തിരിക്കുക, ഹെമികോഡേറ്റയിൽ വരുന്ന ജീവികളാണ്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. Hemichordata was earlier considered as a subphylum under the phylum Chordata, but now it is placed as a separate phylum under non-chordate. Non-chordate-ലാണ് ഇപ്പം അത് സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. Hemichordata have a rudimentary structure in the collar region called stomochord, a structure similar to notochord. This phylum consists of a small group of worm-like animal with organ system level of organization. ഈ worm-like എന്നുള്ളത് ഓർത്തിരിക്കുക. They are bilaterally symmetrical, triploblastic and coelomate animal. The body is cylindrical and composed of an anterior proboscis, a collar and a long trunk. Circulatory system is often open type. Respiration takes place through gills. Excretory organ is proboscis gland. Sexes are separate. Fertilization is external. Development is indirect. That is larval stage is present. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2 ഫൈലങ്ങളെയാണ് പഠിച്ചിരുന്നത്, എക്കിനോഡെർമേറ്റയും ഹെമികോഡേറ്റയും.
അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ എക്കിനോഡെർമേറ്റയിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഇനി ഇതിലാണെങ്കിൽ പ്രൊബോസിസിനെ കുറിച്ചും അവരുടെ മറൈൻ വേം ലൈക്ക് ആനിമൽ വിത്ത് ട്രിപ്ലോബ്ലാസ്റ്റിക് സിലോമേറ്റ് കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കാം. പിന്നെ എക്സാമ്പിൾസ് നമ്മൾ ഓർത്തിരിക്കുക. അതുപോലെ എക്സ്ക്രിറ്ററി ഓർഗൻ, പ്രൊബോസിസ് ഗ്ലാൻഡ് ഏത് ജീവിയിലാണ്, അങ്ങനെയൊക്കെയുള്ള പ്രൊബോസിസ് എന്നുള്ള വാക്ക് വെച്ചിട്ടായിരിക്കും പലപ്പോഴും ഈ ഫൈലത്തിനെ ചോദിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഫൈലും ഒന്ന് വായിച്ചിരിക്കുക.